ഹമുക്കുവാക്ക് ചെവിക്ക് പുറത്ത് എന്നൊരു പ്രയോഗമുണ്ട് മലബാറിൽ. ആ പ്രയോഗം ഇന്ന് ഓർമ്മയിലേക്ക് വരാൻ കാരണം മറ്റാരുമല്ല, സാക്ഷാൽ സജി ചെറിയാനാണ്. 2-3 ദിവസമായി കിടന്ന് മെഴുകുകയായിരുന്നു സജി ചെറിയാൻ. നാവിൽ വികട സരസ്വതി മാത്രം കളിയാടുന്ന ഒരു സാംസ്കാരിക മന്ത്രി കേരളത്തിലെ ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിക്കുന്ന തരത്തിൽ, പരസ്പരം വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിൽ നടത്തിയ ഒരു പ്രസ്താവനയിൽ നിന്ന് ഇന്ന് ഒരു വാർത്താക്കുറിപ്പിലൂടെ പിന്നാക്കം പോയിരിക്കുകയാണ്. ആർക്കെങ്കിലും വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന ഒരു മേമ്പടി കൂടി ആ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം ചേർക്കാൻ മടിച്ചിട്ടില്ല. അല്ലാതെ താൻ പറഞ്ഞത് തെറ്റാണ് എന്ന് ബോധ്യമായതുകൊണ്ടാണ് എന്ന ഒരു ഏറ്റുപറച്ചിൽ ആ വാർത്താക്കുറിപ്പിൽ ഉണ്ടായിരുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. 2 ദിവസം ആദ്യം പ്രസ്താവന നടത്തി. അത് വലിയ തോതിൽ വിവാദമായപ്പോൾ താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും പറയുന്ന തരത്തിലേക്ക് പിറ്റേ ദിവസവും പത്രക്കാരെ കണ്ട് സംസാരിച്ച സജി ചെറിയാൻ 3-ാം ദിവസമായപ്പോഴേക്കും എന്തുകൊണ്ടാണെന്നറിയില്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളും അദ്ദേഹം പറഞ്ഞ വാക്കിനെ തള്ളിക്കളഞ്ഞതുകൊണ്ടാവണം, അതല്ലെങ്കിൽ തൻ്റെ വാക്ക് വലിയ തോതിൽ ഡാമേജ് തൻ്റെ പാർട്ടിക്ക് ഉണ്ടാക്കുന്നുണ്ട് എന്ന് ആ പാർട്ടിയുടെ നേതാക്കൾ ഒരുപക്ഷെ പറഞ്ഞതുകൊണ്ടാവണം, വാർത്താക്കുറിപ്പിലൂടെ താൻ നടത്തിയ പ്രസ്താവനയിൽ ഖേദപ്രകടനം നടത്തി പിൻവാങ്ങിയിരിക്കുകയാണ് സജി ചെറിയാൻ. അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമാണോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം? നിങ്ങൾ നോക്കൂ, സജി ചെറിയാൻ്റെ പ്രസ്താവന വന്നു. അത് ശരിയല്ലാത്തൊരു കാര്യമാണ് എന്ന് ഏവർക്കും കേരളത്തിൻ്റെ പൊതുബോധത്തിൽ വിശ്വസിക്കുന്ന, ആ തരത്തിൽ ചിന്തിക്കുന്ന ആർക്കും ഒറ്റ നോട്ടത്തിൽ തന്നെ, ഒറ്റ കേൾവിയിൽ തന്നെ അത് ശരിയല്ല സജി എന്ന് പറയേണ്ട ഒരു കാര്യത്തിൻ്റെ പുറത്ത് നിങ്ങൾ നോക്കൂ, സാമൂഹ്യ മാധ്യമങ്ങൾ ഒന്നാകെ നിങ്ങൾ എടുത്തു നോക്കൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ CPMുമായി ബന്ധപ്പെട്ട സൈബർ ഹാൻഡിലുകളിലെല്ലാം ആ പ്രസ്താവനയെ ന്യായീകരിച്ചുകൊണ്ടുള്ള വിവിധ തരത്തിലുള്ള പോസ്റ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പഴയ കുപ്പ മാന്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ പോലും CPMൻ്റെ സൈബർ സഖാക്കൾ സാമൂഹ്യ മാധ്യമ ശൃംഖലകളിലാകെ വാരി വിതറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ അവർ എവിടെ നിന്നാണ് വാരി വിതറിയത്? എന്താണ് അവർ വാരി വിതറിയത്? അവരുടെ ഉള്ളിലുള്ള ബോധ്യത്തെയാണ് അവർ പുറത്ത് കാണിച്ചത്. CPMൻ്റെ സൈബർ സഖാക്കളുടെയും ഉള്ളിലുള്ള മാലിന്യമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളിലാകെ നമ്മൾ കണ്ടത്. അപ്പോൾ അത്തരത്തിലൊരു ചിന്താഗതിയിലേക്ക് ആ പാർട്ടിയിലെ നേതാക്കളെ നയിച്ചതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണ്? ഹിന്ദു മതത്തിലെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെടുന്ന കോൺഗ്രസ്സുകാരായിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും പോസ്റ്റ് സോഷ്യൽ മീഡിയയിലിട്ടാൽ അപ്പോൾ അവർ അതിൻ്റെ ചുവട്ടിൽ വന്ന് കോൺഗ്രസ് എന്ന് പറയുന്നതിന് CONGRSS എന്ന് പറയുന്ന ഒടുവിൽ RSS എന്ന് വായിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രയോഗത്തിലൂടെ സംഘിവൽക്കരിക്കുന്നതിനു വേണ്ടി വലിയ ശ്രമം കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് നേരെ വളരെ കാലമായി, വളരെ ആസൂത്രിതമായി നടത്തിയ ഒരു പാർട്ടിയാണ് CPM എന്ന് കാണാൻ കഴിയും. എങ്ങനെയാണ് കോൺഗ്രസ്സുകാർക്ക് അത്തരമൊരു വിശേഷണം കൊടുക്കുന്നതിനുള്ള ക്ലാസ് അവർക്ക് കിട്ടിയത്? വെറുതെ ഒരാൾക്ക് പെട്ടെന്ന് തോന്നിയിട്ട് ചെയ്യുന്നതല്ല. ഇത്തരത്തിൽ വർഗീയമായി, വംശീയമായി, വിഭാഗീയമായി വിദ്വേഷം ജനിപ്പിക്കുന്ന തരത്തിൽ സമൂഹത്തെ മാറ്റി തീർക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമം നടത്തണം എന്ന് അവർക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ കാലത്ത്. അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ ഒരു മനുഷ്യൻ ഒരു കുറി തൊട്ട് വന്നാൽ, അല്ലെങ്കിൽ അവൻ ധരിച്ചത് പഴയകാലത്തൊക്കെ കാവിമുണ്ട് എന്ന് പറയുന്നത് സാധാരണക്കാരായ കൂലിപ്പണിക്ക് പോകുന്ന അല്ലെങ്കിൽ മറ്റു തരത്തിൽ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ധരിച്ചിരുന്ന ഒരു മുണ്ടാണ് കാവിമുണ്ട് എന്ന് പറയുന്നത്. പിന്നീടത് BJPക്കാരുടെ വസ്ത്രമായി ബ്രാൻഡ് ചെയ്യപ്പെടുകയുണ്ടായി. പക്ഷേ ഒരു കാവിമുണ്ട് ധരിച്ചു പോകുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. അവർ BJPക്കാരല്ല, അവർ RSSകാരുമല്ല. ആ ശീലത്തിൽ തുടർന്നു പോരുന്ന ഒട്ടേറെ ആളുകൾ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അങ്ങനെയുള്ള ആളുകളെപ്പോലും കയ്യിലൊരു ചരട് കെട്ടിയാൽ, ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി ആരാധനയുടെ ഭാഗമായി ലഭിക്കുന്ന ചരട് കെട്ടിയാൽ അപ്പോൾ ഉടനെ ഞാൻ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് RSS എന്ന അവസാനം വരുന്ന തരത്തിൽ അവർ ആ മനുഷ്യനെ സംഘിവൽക്കരിക്കാൻ വേണ്ടി വളരെ ഗൂഢമായിട്ടുള്ള ശ്രമങ്ങൾ വളരെ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊരു റിയാക്ഷനുണ്ട്.
ഒരുത്തിയെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതൊക്കെ അവളെന്ന് തോന്നും എന്ന് പറഞ്ഞതുപോലെ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ ഗവേഷണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ തനിക്കും ആ തരത്തിലുള്ളൊരു ചിന്താഗതി തൻ്റെ മനസ്സിലേക്കും വ്യാപിക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ CPMകാരുടെ മാനസികാവസ്ഥ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ അവരെന്തു പറഞ്ഞാലും അത് ഒരു സംഘിഭാഷണമാണോ എന്ന് തോന്നുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. എന്ത് വാക്കുകൾ പുറത്തു വന്നാലും ഒരു സംഘിയുടേതാണോ എന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിലേക്ക് CPMകാരുടെ ന്യായീകരണങ്ങൾ മാറിത്തീർന്നിരിക്കുന്നു. ഇത് അവർ തന്നെ വരുത്തി വെച്ച വിനയാണ്. രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് വളമിടുന്നതിനു പകരം, അത്തരം ശക്തികളെ കൂട്ടുപിടിക്കുന്നതിനു പകരം, പരസ്പര ശാക്തീകരണത്തിന് ശ്രമിക്കുന്നതിനു പകരം തരം കിട്ടുമ്പോഴൊക്കെ കോൺഗ്രസിനെ ആക്രമിക്കുന്നതിന് വേണ്ടി BJPക്കാരോട് പോലും അത്ര വലിയ ആക്രമണം CPMകാർ നടത്താറില്ല. പക്ഷേ അവരെപ്പോഴും എതിരാളിയായി കണ്ടത്, ശത്രുവായി കണ്ടത് കേരളത്തിൽ കോൺഗ്രസിനെയാണ്. കോൺഗ്രസ് തകരണം എന്നാണ് കേരളത്തിലെ CPMകാരൻ്റെ അടിസ്ഥാന ആവശ്യം. അതിനുവേണ്ടിയാണ് അവരെ സംഘിവൽക്കരിക്കുന്നതിന് പോലും, അവരെ സംഘിക്കൂട്ടത്തിലേക്ക് തള്ളിവിടുന്നതിന് പോലും, പലവട്ടം ഒരാളെ ആക്ഷേപിച്ചാൽ അയാൾക്ക് പോലും അങ്ങനെ പോകേണ്ടി വരും എന്ന തോന്നലുണ്ടാക്കുന്ന തരത്തിൽ ആക്ഷേപിക്കുന്ന ഒരു സമീപനവുമായി CPMകാർ മുന്നോട്ട് പോയത്. അപ്പോൾ അതിന് കിട്ടിയ ആ ക്ലാസ് കൊടുത്തവരിൽ ഒരാളായിരിക്കാം ഒരു പക്ഷേ സജി ചെറിയാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ഈ വർഗീയമായ മനോഭാവത്തിലൂടെ, ആ കണ്ണടയിലൂടെ കാണേണ്ടി വരുന്നത് എന്നാണ് നമുക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒടുവിൽ അദ്ദേഹം തൻ്റെ പ്രസ്താവന പിൻവലിച്ചിരിക്കുന്നു. പിൻവലിച്ചിടത്തോളം നല്ലത്. ഇനി അങ്ങോട്ടും സജി ചെറിയാൻ പറയാതിരിക്കില്ല എന്ന് തന്നെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കാരണം അദ്ദേഹം ഇത് 3ാമത്തെ തവണയാണ് ക്ഷമ പറയുന്നത്. കുന്തം കുടച്ചക്രമാണ്, മതേതരത്വം എന്ന് എഴുതി വെച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച്. അതിൽ നിന്ന് പിണറായി പോലീസിൻ്റെ സഹായത്തോടുകൂടി എങ്ങനെയോ തടിയൂരി പിന്നീട് പറഞ്ഞത് ബാങ്ക് വിളിക്കാത്ത നാടാണ് സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അങ്ങനെ വായ്ക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന നിലയിൽ പറയുന്ന ഒരു മനുഷ്യനെ ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് കൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നതാണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ ഖേദപ്രകടനവും വാർത്താക്കുറിപ്പും നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.